അങ്ങനെ നമ്മൾ യാത്ര പോവാനുള്ള ഞാൻ തുടങ്ങണതിന്റെ മുന്നേ തന്നെ കൊളാക്കി. ഹലോ, അപ്പൊ ഞങ്ങളിതാ യാത്ര പോവുകയാണ്. ഞങ്ങൾ 2 വഴിക്കായി പിരിഞ്ഞിട്ടാണ് പോണത്. രണ്ടുപേരും 2 വഴിക്ക്. സോ വെക്കേഷൻ തുടങ്ങി, മിത്തക്കുട്ടിക്ക് വെക്കേഷൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ 2 പേരും പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. പോകുന്നത് നാളെയാണ്. ഇപ്പൊ സമയം രാത്രി 7:30. പാക്ക് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പാക്കിങ്. മറ്റേത് ഞാൻ എപ്പോഴും ഒരാഴ്ച മുന്നേ പാക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്രാവശ്യം അയ്യോ ഒരു ഓട്ടമായിരുന്നു. അപ്പൊ രംഷന്റെ പാക്കിങ് 2 വഴിക്ക് പിരിഞ്ചച്ച്. നമ്മൾ നാളെ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. രമേശേട്ടൻ പോകുന്നത് ചെന്നൈക്കാണ്. അത് രണ്ടും പക്ഷെ ഒരു ദിവസം ആയത് കോഇൻസിഡൻസ് ആണ്. നമ്മൾ ഒരു 1 month മുന്നേ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് എടുത്തു വെച്ചതാണ്. പക്ഷെ രമേശേട്ടന് അന്നത്തെ ദിവസം തന്നെ ചെന്നൈയിലൊരു പരിപാടി ഉണ്ട്. പിന്നെ 1 week ചെന്നൈയിലാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പെട്ടെന്ന് എല്ലാം തീരുമാനമായി. പക്ഷെ എന്താ വെച്ചാൽ ആദ്യം പോകുന്നത് രമേശേട്ടനാണ്. രാവിലെ രമേശേട്ടൻ 5:30 ഇവിടുന്ന് ഇറങ്ങും. ഞങ്ങൾ വൈകിട്ട് 4 മണിക്ക് ഇവിടുന്ന്. ബാംഗ്ലൂർ പോകാനുള്ള റീസൺ എല്ലാവർക്കും അറിയാം. ഞങ്ങള് ബാംഗ്ലൂരിലത്തെ വീട് കണ്ടിട്ടില്ല. ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊന്നും പോകാൻ പറ്റിയില്ല. അപ്പൊ ബാംഗ്ലൂരിലത്തെ വീട് കാണുന്നുണ്ട്. പിന്നെ അച്ഛനമ്മയും അവിടെ അല്ലല്ലോ, നാട്ടിൽ പോയിട്ട് കാര്യമില്ല. അച്ഛനമ്മയും അവിടെ അല്ലേ, അവര് കറക്കല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അവര് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അവരൊരു 17 ദിവസത്തെ യാത്രയിലാണ്. ഞങ്ങള് ബാംഗ്ലൂർക്ക് പോകുമ്പോഴും അവരവിടെ എത്തിയിട്ടുണ്ടാവില്ല. അവര് നാട്ടിലെത്താൻ പിന്നെയും ഒരു 1 week ഉണ്ടാവും. മെയ് 9-ാം തീയതി അവര് നാട്ടിലെത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങള് ബാംഗ്ലൂർക്ക് പോകും. അവർ കംപ്ലീറ്റ് യൂറോപ്പ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ. പിന്നെ എന്താ അടുത്ത വിശേഷം പറയും? അതാണ് രസം. മറ്റേ ഇവര് 3-ാം തീയതി ഇവര് പോകുന്ന നാട്ടിലേക്ക് എന്നുള്ള ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ അടുത്ത ദിവസമാണ് ഒരു കഴിഞ്ഞ ഒരു 1 week മുന്നെയാണ് എന്റെ നാളെ പോകുന്ന ട്രിപ്പ് നാളെ പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. ഭയങ്കര രസം. ഞാൻ ആ ഡേറ്റ് വന്നപ്പോ ഈ ഡേറ്റ് തന്നെയാണല്ലോ സ്വപ്പ് പോണത് ബാംഗ്ലൂർക്ക് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറയാം. പിന്നെ എനിക്ക് നാളെ പോവാന്ന് മാത്രല്ല, എനിക്ക് ഒരു 1 week അവിടെ നിൽക്കേണ്ട ആവശ്യം കൂടി ഉണ്ട്. അപ്പൊ അടിപൊളിയായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ വീക്കെൻഡ് ഞാൻ അവിടെ ചെന്നൈയിൽ നിൽക്കുന്നതിന് പകരം ഹോട്ടലിൽ ഇരിക്കുന്നതിന് പകരം വീക്കെൻഡ് എന്നുള്ളത് നേരെ ബാംഗ്ലൂർക്ക് വിട്ടേക്കണ്ട. കാരണം രമേശേട്ടനും വീട് കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ വന്നില്ലെങ്കിൽ രമേശേട്ടനും എനിക്ക് തോന്നുന്നില്ല അടുത്തൊന്നും വീടൊന്നും കാണാൻ പറ്റുന്നു. അപ്പോഴാണ് വീക്ക് ആവുമ്പോ പിന്നെയും ചെന്നൈയിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വീക്കെൻഡ് ആവുമ്പോ ഇങ്ങോട്ട് പോരും, കറക്റ്റ് ഓഫീസിൽ തുടങ്ങുമ്പോ പിന്നെയും ചെന്നൈക്ക് പോവാലോ. വെറുതെ ആ 2 ദിവസം ബോംബേക്ക് വരുന്നേക്കാളും നല്ലത് ബാംഗ്ലൂർക്ക് വരല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ശരിക്കും എന്റെ പ്ലാൻ പോയിട്ട് എനിക്ക് ഫ്രൈഡേ പോയിട്ട് എനിക്ക് തിരിച്ച് സാറ്റർഡേ ഇങ്ങോട്ട് തന്നെ വരാം. എന്നിട്ട് മൺഡേ തിരിച്ച് ചെന്നൈക്ക് പോകണം. അങ്ങനെയാണ് ശരിക്കും. അപ്പൊ പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് സാറ്റർഡേ ഇങ്ങോട്ട് വന്ന് പിന്നെ മൺഡേ തിരിച്ച് അങ്ങോട്ട് തന്നെ പോണേക്കാളും നല്ലത്. പിന്നെ ഞങ്ങൾ 2 പേരും ഇല്ല ഇവിടെ. അപ്പൊ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ നമ്മളെല്ലാരും കൂടി സാറ്റർഡേ സൺഡേ 2 days ഉള്ളൂ വെച്ചാലും അടിച്ചു പൊളിക്കാം. ഞങ്ങളും അധിക ദിവസമൊന്നുമില്ല, ഞങ്ങൾ 1 week ഉണ്ടാവുള്ളൂ. കാരണം അപ്പോഴേക്കും അച്ഛനും അമ്മയും വരും. അപ്പൊ നാട്ടിൽ പോകും. കാരണം നാട്ടിൽ 2 weeks എങ്കിലും വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഒരു 1 week ഞങ്ങളും ബാംഗ്ലൂർ കുട്ടികളും മിത്തുവിന് ബാംഗ്ലൂർ പോകണം എന്ന് പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. പുതിയ വീട് വന്നപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് അവിടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂർ അടിച്ചു വിളിക്കാൻ പോവാണ്. രമേശേട്ടന് വരുന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം സാറ്റർഡേ സൺഡേ അല്ലേ 2 ദിവസം ബാംഗ്ലൂർ ഉണ്ടാവും എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമായി. വിചാരിക്കാത്തൊരു സംഭവമാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അച്ഛനമ്മ ഉണ്ടാവില്ലേ, പക്ഷെ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കാലോ വിചാരിച്ചു. അപ്പൊ അതിന്റെ ഒരു പാക്കിങ്ങിലാണ്. ഏതൊക്കെ പെട്ടി കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഇതോ ഗീതുനും ജയനും കുറച്ച് ദിവസം നാട്ടിലേക്ക് വന്ന് നിൽക്കാലോ എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാവും. രമേശേട്ടൻ നാട്ടിക്കില്ലല്ലോ. രമേശേട്ടൻ ഞാൻ നാട്ടിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു സ്വപ്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട്. ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു 10 ദിവസം വന്നു. പക്ഷെ ഞാൻ ഇവരെ കൊണ്ടുവരാനും ഞാൻ നാട്ടിക്ക് മെയ് ലാസ്റ്റ് പോകണമെന്നുള്ള അതും ഒരു പണി കെട്ടി. മെയ് ലാസ്റ്റ് വീക്കും ഞാൻ ട്രാവലിംഗ് ആണ്. പക്ഷെ നാളെ രമേശേട്ടനും കൂടെ പോണോണ്ട് ഒരു സന്തോഷം കേട്ടോ. അല്ലെങ്കിൽ ഒരു സങ്കട. ഇവിടുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ 2 പേരും കൂടെ പോകുമ്പോ ഭയങ്കര സങ്കട. രമേശേട്ടനോട് ഒറ്റയ്ക്കാണല്ലോ ഒന്ന് മുഖത്തൊക്കെ പറഞ്ഞ സങ്കടം ശരിക്കും ഉണ്ട്. രമേശേട്ടൻ നാട്ടിൽ പോകുമ്പോ അങ്ങനെ ഒരു സങ്കടം ഞാൻ കണ്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പോകുമ്പോ നല്ല സങ്കടം ഉണ്ട്. ഇന്നസെന്റ് പറയണല്ലേ, ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് നല്ല സങ്കടം ഉണ്ട്. ആ പറഞ്ഞതൊന്ന് മുഖത്തൊക്കെ പറഞ്ഞത് ഇന്നസെന്റ് ഇപ്പൊ പറഞ്ഞൊന്ന് മുഖത്തൊക്കെ പറഞ്ഞേ. അത് നിങ്ങൾ ഭാര്യമാർക്ക് മനസ്സിലാവും അല്ലെ. ഇവരെങ്ങനെയൊക്കെ പലതും പറയും. ഇവര് ചിലപ്പോ ഇവിടെ എൻജോയ് ചെയ്യൊക്കെയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള പൊട്ടിയൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടത്തെ വിശേഷങ്ങൾ.
ഇവിടെ നല്ല ചൂടാണ്. ബാംഗ്ലൂർ ഇപ്പം മഴ പെയ്തു എന്ന് പറഞ്ഞെങ്കിൽ ഇത് മെസ്സേജ് ചെയ്തു. ഇതാണ് പാക്കിംഗ് അംഗം. നാട്ടിലേക്ക് പോവാ, എവിടെ പോവാണെങ്കിലും എൻ്റെ സാധനങ്ങൾ വെയിറ്റ്, ഡ്രസ്സിനല്ല, ഡ്രസ്സൊന്നുമില്ല കേട്ടോ, ഒന്നും എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമില്ല, പക്ഷേ ഇരുന്നതിങ്ങനെ ചെയ്യാണ്. എന്താ ചെയ്യുക, നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും വല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിലോ ജസ്റ്റ് എല്ലാതും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നീ ഇത് ഡാൻസ് ചെയ്യാൻ പോകണോ നാട്ടില്? ആടെ ആഭരണങ്ങളൊക്കെ എടുത്ത്, നാട്ടിലൊന്നുമില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുപോകും, അതേപോലെ തിരിച്ചുണ്ട്. എന്നിട്ട് പറയും അമ്മോ എന്തൊരു ചൂട്, എങ്ങോട്ടും പോയില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഇരുന്നു. അതെല്ലാ കൊല്ലം അങ്ങനെയാണ്. ഒരു കമ്മല് പോലും ഇടാറില്ല, പക്ഷെ കൊണ്ടുപോകും. ഈശ്വരൻ നീ തൂക്കി നോക്കണം പെട്ടി, വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇതിൽ പകുതിയൊക്കെ ഇറക്കി വെക്കണം. ഇവിടുത്തെ രാജ്ഞിയുടെ 2 രാജ്ഞിമാരുണ്ട്. സാധാരണ എങ്ങനെ വെച്ചാല് അങ്ങനെ പറയാറില്ല, കാരണം നമ്മൾ അധികം കാറിലല്ലേ പോവാറ്. അതുകൊണ്ട് എല്ലാ ചവറും അങ്ങനെ കൊണ്ടുപോകും, ഒരു ടെൻഷനും ഇല്ല. ഇതിപ്പോ ഫ്ലൈറ്റിലായതുകൊണ്ട് ശരിക്കും ടെൻഷൻ. ഇതൊക്കെ പോയാൽ ഭയങ്കര റിസ്ക് ആണ്. നാട്ടിലേക്ക് മറ്റേത് കാറിൽ പോകുമ്പോൾ നല്ല രസമാണ്. ഇതൊക്കെ ഞാനൊരു കവറിലായിട്ട് ഇടും. അങ്ങനെ ഇങ്ങനെ ഓയിൽ, അത് ഇത് ലോഷനൊക്കെ ഞാൻ കവറിലാക്കിയിട്ട് ഒരു 10 കവർ ഉണ്ടാവും. ചെരുപ്പിനൊരു കവർ, ഇതിനൊരു കവർ. പക്ഷെ ബാഗിൽ വെക്കണ്ടല്ലോ. ഇതിപ്പോ ഭയങ്കര ടെൻഷനാണേ ബാഗിൽ വെക്കുമ്പോ. എല്ലാം കൂടെ പോയ എൻ്റെ ഡ്രസ്സുകൾ. അടുത്ത അംഗം ഞാൻ വലിയ പെട്ടിയിലെല്ലാം ഒതുക്കി വെച്ചു. രംഷേട്ടാന്ന് പറഞ്ഞു എന്തിനാ ഇത്ര വലിയ പെട്ടിയൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചെറിയ പെട്ടിയിലേക്ക് ആക്കുകയാണ്. തികയോ? പക്ഷെ ഇതില് ആ ചെറുതില് എത്രയുണ്ട്. ഇതൊക്കെ വേണ്ടാന്ന് വെച്ചതാണെങ്കിൽ ഇതൊക്കെ മടക്കി വെക്കണം. ഇതൊക്കെ മിത്തുക്കുട്ടിയുടെ കേട്ടോ. മിത്തുക്കുട്ടിക്ക് ഒരു ബാഗ്, എനിക്കൊരു ബാഗ്. രംഷേട്ടനുണ്ടെങ്കിൽ ഒരു ബാഗും കൂടെ ആയിരുന്നു. രംഷേട്ടനാണെങ്കിൽ ചെക്കിനിൽ ഇടാനേ ഇഷ്ടമല്ല, ഉള്ളത് മുഴുവൻ കയ്യില. അത്രയ്ക്ക് സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇത് ഇനി വേണിച്ചാലും നമുക്ക് ചുരുട്ടിയിട്ടും മടക്കിയിട്ടൊക്കെ വെച്ച് വേണ്ട. അതൊക്കെ നല്ല വൃത്തിയിൽ അതുപോലെ തന്നെ വെക്കണം. ഇഷ്ടം പോലെ സ്ഥലമായി. ഇനി എന്തെങ്കിലും കൊണ്ടുപോകണ്ട? ഇഷ്ടം പോലെ. വെയിറ്റ് ഞാൻ തരാം. 2 ഡംബൽസും കൂടി എടുത്ത് വെച്ചു. ഒരു പ്രാവശ്യം അന്ന് തന്നെ എല്ലാവരും തെറി വിളിച്ചേഷൻ ആ പരിപാടി നിർത്തി. 2.5 കിലോന്റെ 5 കിലോ, ആകെ 15 കിലോയിലും 5 കിലോ ഡംബൽസ്. എന്നിട്ട് എന്താ അവിടെ ചെന്നിട്ട് വെട്ടി വിഴുങ്ങുക. ചേച്ചിയുടെ ഒരു വലിയ ബാഗ് ഇതൊക്കെ ഇട്ട് ആരെങ്കിലും നടക്കുക. സമയം രാവിലെ 5:30. ബൈ. ഇറങ്ങാൻ നിൽക്കുകയാണ്. നാളെ രാവിലെ ബാംഗ്ലൂർ കാണാം. അതെ, നാളെ ഈ സമയത്ത് ബാംഗ്ലൂർ എത്തും. അല്ല, ബാംഗ്ലൂർ തമ്മിൽ മീറ്റ് ചെയ്യാം. അല്ല, വീട്ടിലെത്തുമ്പോഴേക്കും. ഇനി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പൊ രാവിലെ 5 മണിക്ക് ഇരിക്കുന്നത് എഡിറ്റിങ്ങിന്. കാരണം ഇന്ന് ഉച്ചക്കിലത്തെ വീഡിയോ, നാളത്തെ വീഡിയോ റെഡി ആക്കിയിട്ട് വേണം പോവാൻ. യെസ്, അപ്പൊ ഹാപ്പി ജേർണി. അതാണ് സന്തോഷം. ബൈ ബൈ. അപ്പൊ സമയം 3:45 ആവാറായി. നമ്മൾക്ക് 4 മണിക്കാണ് കാറ് വരാൻ. നമ്മൾ ഓല ബുക്ക് ചെയ്തിട്ടുള്ളത് 4 മണിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ റെഡിയായി, മിത്തുക്കുട്ടി റെഡിയായി. മിത്തുക്കുട്ടി ഭയങ്കര എക്സൈറ്റഡിലാണ് പോവാന്. സോ നമ്മൾ ഇറങ്ങായി. അപ്പോൾ ഓല വന്നു എന്ന് പറഞ്ഞിട്ട് താഴത്തുനിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് ഇറങ്ങാണ്. സോ ഇതാണ് എൻ്റെ ഫുൾ എയർപോർട്ട് കോട്ട് സെറ്റ് കേട്ടോ. അത് സുഡിയോന്ന് നമ്മളന്ന് എടുത്ത് അന്ന് പോയി എന്ന് പറഞ്ഞില്ല, അന്ന് ഞാൻ എനിക്കൊരു കോട്ട് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് കോട്ട് സെറ്റ്. നല്ല കംഫർട്ട് കേട്ടോ, അടിപൊളി. നമുക്ക് 3 ബാഗും കൂടെ പിടിച്ചു പോവാം. ഓക്കെ. അപ്പം നമ്മളിതാ മുംബൈ എയർപോർട്ടിലെത്തി. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ ടെർമിനൽ 2ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്ത് മിത്തുക്കുട്ടിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. രംഷേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നടന്നു പോകുന്ന വീഡിയോസൊക്കെ മിത്തുക്കുട്ടിയാണ് എടുത്തു തരിക എനിക്ക്. അപ്പം നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞു. ഇനി സമയമുണ്ട് ഇഷ്ടം പോലെ. 7:50ക്കാണ് ബോർഡിങ്. ഒരു 6:30 ആവണേ ഉള്ളൂ. ഒരു 1 hour ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നതാണ്, കാരണം ലേറ്റ് ആയ ട്രാഫിക് അറിയാലോ. മുംബൈയിൽ ചിലപ്പോൾ 3 hours ഒക്കെ എടുക്കും എത്താൻ, അല്ലെങ്കിൽ 1 hour ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ലോഞ്ച് അന്വേഷിച്ച് പോട്ടെ. ലോഞ്ചിൽ വിശക്കുന്നുണ്ടല്ലോ മിത്തു, നല്ല വിശപ്പ്. അപ്പോൾ ലോഞ്ച് കുറച്ച് നേരം പോയിരിക്കാം എന്ന് വിചാരിച്ചു. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഞാനും മിത്തുക്കുട്ടിയും കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 8:35 നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് നേരത്തെ വന്നതാണ്. ഇപ്പോൾ എയർപോർട്ടിൽ കൂടെ കറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് ഞാനിവിടെ ലൈവ് കുനാഫ കണ്ടത് കേട്ടോ. കുനാഫ നിങ്ങൾക്കറിയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. വാങ്ങിയൊന്നുമില്ല, ചുമ്മാ കണ്ടു. കാരണം നമ്മൾ ലോഞ്ചിലേക്ക് പോവാണ്. നേരത്തെ നമ്മൾ കരുതിക്കുട്ടി നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. കാരണം വെറുതെ അവിടെ ചൂടെടുത്തിരിക്കുന്നേക്കാളും നല്ലതല്ലേ നമുക്ക് ഇവിടെ വന്ന് ലോഞ്ചിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് അധികം സമയം വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഞ്ച്. അദാനി ലോഞ്ചിലാണ് പോയത്. ഇത് നല്ല ലോഞ്ചാണ് കേട്ടോ. ഇവിടുത്തെ നല്ല വെറൈറ്റി ഫുഡ്സുകൾ ഉണ്ടായിരുന്നു. കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ട് ഡിന്നറിൻ്റെ ഉണ്ടായിരുന്നു, അതുപോലെ ഈവനിങ് സ്നാക്സ്, സാൻഡ്വിച്ചസും അതും ഇതും പാസ്തയും, അതേപോലെ തന്നെ ഡിന്നർ ബിരിയാണി, പുലാവ്, റൈസ്, അങ്ങനെ ഒരു വൻ ബൊഫെ തന്നെയായിരുന്നു. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഭയങ്കര തിരക്കാണ്. പൊതുവേ ലോഞ്ചിൽ അറിയാലോ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. നമ്മുടെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അവിടെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പ്ലേറ്റും ഇതും വരെ കിട്ടാതെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ മുംബൈ എയർപോർട്ട് അറിയാലോ ഭയങ്കര തിരക്കായതുകൊണ്ട് ഏത് നേരത്ത് പോയാലും, രാവിലെ പോയാലും ഉച്ചയ്ക്ക് പോയാലും വൈകിട്ട് പോയാലും ഒക്കെ നല്ല തിരക്കാണ് ലോഞ്ചിൽ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വെറുതെ അവിടെ പുറത്ത് പോയി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു 7:30 വരെ അവിടെ തന്നെ ഇരുന്നു. 7:55 ബോർഡിങ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ കറങ്ങി നടന്നു. ഇവിടെ ഇങ്ങനെ കറങ്ങാൻ തന്നെ നല്ല രസമാട്ടോ. അത് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഗേറ്റ് നമ്പർ 41 നമ്മുടെ ഫ്ലൈറ്റ് ഇതാ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ പിന്നെയും കുറേ നേരം ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആയി പിന്നെയാണ് ഇറങ്ങിയത്. 7:55 ബോർഡിംഗ് ഉള്ള സംഭവം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ തന്നെ വരുന്ന ഫ്ലൈറ്റാണ്. അത് അറൈവൽ ലേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. 8:30 ഫ്ലൈറ്റ് ആദ്യം പറഞ്ഞത് 9 മണിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് 9:30. അങ്ങനെ ഞങ്ങൾ ഒരു 10 മണിയായി ബോർഡ് ചെയ്യാൻ. കുറേ നേരം ശരിക്കും പറഞ്ഞാൽ ബോറടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരുപാട് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് അവസാനം ഇതാ നമ്മൾ ഫ്ലൈറ്റിൽ കയറി പോവാണ്. അപ്പോൾ ഗീതും ജയനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് അവർ കാത്തുക്കാന്ന് പറഞ്ഞായിരുന്നു. കാരണം ആ ഒരു സമയത്ത് ഒരു 11 മണിക്ക് നമ്മൾ ഒന്നാമത് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിട്ടില്ല. കാരണം അധികം നമ്മൾ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ രംഷേട്ടൻ്റെ കൂടെ കാറിലായിരിക്കും പോവുക. അങ്ങനെ നമ്മുടെ ബാഗ് കിട്ടിയതാണ്, നമ്മൾ പോവാണ്. ഗീതും ജയനും അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ലേറ്റായി, 12 മണിയായിട്ടോ. 1 അവറോളം ലേറ്റ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ രംഷേട്ടൻ ഇപ്പോൾ എത്തും. രംഷേട്ടൻ രാത്രി പോന്നു. കുട്ടി അതാ ഓടണം. അങ്ങനെ ഫൈനലി ബാംഗ്ലൂർ എയർപോർട്ടും കണ്ടു. കാരണം സാധാരണ നാട്ടിൽ പോകുന്ന സമയത്ത് അങ്ങനെ ബാംഗ്ലൂർക്ക് കാറിൽ പോകാണല്ലോ ചെയ്യുക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ട്രെയിനിൽ വരിക. അപ്പോൾ അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നല്ലോ. എനിക്ക് കുട്ടനിതാ ഒങ്ങി ഒരൊക്കം കഴിഞ്ഞിട്ട് നീക്കണേ അല്ലേ 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 പോയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഞാൻ കാണാൻ വരണ്ടിച്ചിട്ട് കുറേ ദിവസമായി വിചാരിക്കണു. നല്ല കളറല്ല, എനിക്കും ചെയ്യണം. ഇത് കണ്ടിട്ട് നേടി എന്താണ് ജയ, എന്താ ജയനും കളർ ചെയ്താ നാച്ചുറൽ ഹെയർ ആണ്. എനിക്ക് അമ്മ ചേച്ചിയുടെ മടിയിലിരുന്നോളൂ. ഗീതുന്റെയും ജയന്റെയും വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് വീട്ടിലേക്ക്. രാത്രി ഒരു 12 മണിക്ക് 12:15 ഞങ്ങൾ പുറത്തിറങ്ങാൻ. എന്നാലും ട്രാഫിക്കിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ റോഡുകളൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ലേറ്റായി. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു രസമാണല്ലോ. മിത്തുകുട്ടിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫൈനലി നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തി. എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. സമയം 2 മണിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ തൽക്കാലം നിർത്തുന്നു. 4:30 ആകുമ്പോഴേക്കും രമേശേട്ടൻ എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടിയുള്ള 2-3 ദിവസത്തെ വ്ളോഗൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ.